ശ്രീ കെ ജെ ജേക്കബ്, നമ്മൾ 95 മുതൽ 2015 വരെയുള്ള 2 പതിറ്റാണ്ടെടുത്താൽ വ്യക്തി കേന്ദ്രീകൃതമായ വിഭാഗീയത അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുകയും താഴുകയും ചെയ്തതായിട്ട് കാണാം. അതിനുശേഷമുള്ള തൃശ്ശൂർ സമ്മേളനം മുതൽ ആ തരത്തിലുള്ള വിഭാഗീയതയില്ല. അത് പോകെ പോകെ ഏറ്റവും ഒടുവിൽ 2025 കൊല്ലത്ത് എത്തി നിൽക്കുമ്പോൾ സർക്കാരിനെ കഴിഞ്ഞ 10 വർഷമായി നയിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ ഒരു ചെറിയ പരാമർശം കൊണ്ടുപോലും വിമർശിക്കേണ്ട എന്നുള്ള നിലയിലേക്ക് വന്നു. അങ്ങനെ വിമർശനങ്ങളില്ലാത്തൊരു പാർട്ടിയായി മാറുകയാണോ CPM? വിമർശനങ്ങളില്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ് ഗോവിന്ദ മാഷ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. പക്ഷേ നേതൃത്വത്തെ വിമർശിക്കാനോ മുഖ്യമന്ത്രിയെ വിമർശിക്കാനോ പ്രതിനിധികൾ കാര്യമായി മെനക്കെടുന്നത് നമ്മൾ കണ്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ വിഭാഗീയത ഇല്ലാത്ത പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യപരമായ ആരോഗ്യം നശിച്ച പാർട്ടി കൂടിയായി മാറിയോ? മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കതിൻ്റെ പാർട്ടി രേഖ ഇപ്പം പുതു കേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്നുള്ള പാർട്ടി രേഖ പുറത്തു വരുമ്പോൾ അതിൽ ഉണ്ടായിരുന്നത് എന്നും ഇനി അതിലെന്തൊക്കെ മാറ്റങ്ങളോടുകൂടിയാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആ രേഖ അംഗീകരിച്ചത് എന്നും മനസ്സിലായി കഴിയുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചൊരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ധാരണ കിട്ടും. ഇപ്പം ഒരു നയമാറ്റമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ സ്വകാര്യ മൂലധനം സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് 57 തുടങ്ങിയുള്ള CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടാണ്. അതിലൊരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള മട്ടിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അതിൻ്റെ തന്നെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കേന്ദ്ര സർക്കാർ അതിനെ ശ്വാസം മുട്ടിക്കുമ്പോൾ മറ്റൊരു വഴിയില്ല സംസ്ഥാന സർക്കാരിന് എന്നുള്ളൊരു യാഥാർത്ഥ്യം മുമ്പിലുള്ള മറ്റൊരു വഴിയില്ല എന്ന് CPM നേതാക്കൾ സംഭാഷണങ്ങളിലൊക്കെ അവര് മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നോക്കൂ, മുതലാളിത്തത്തിന് ബദലില്ല, there are no alternatives എന്ന ഒരു നിലയിൽ there is an alternative എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്ന് 90കളിലും അതിനുശേഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ. അപ്പോൾ ഇപ്പോൾ വേറെ വഴിയില്ല, there is no other alternative എന്ന കാര്യത്തിലേക്ക് മടങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അത് എഗ്രി ചെയ്യുകയോ അതിനോട് വഴങ്ങുകയോ ചെയ്യുകയാണോ ഇപ്പോൾ? there is no alternative എന്ന് മതി, നോ അതർ ഓൾട്ടർനേറ്റീവ് വേണ്ടെന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ. അത് മാറ്റി വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഇതാണ് ഓൾട്ടർനേറ്റീവ് എന്നാരും പറയില്ല. നമുക്ക് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ പണം വേണം. ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല ഓപ്ഷൻസ് നടപ്പാക്കുമ്പം ആ ഓരോരോ ഓപ്ഷൻസ് നോക്കിക്കണ്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് RSS BJPയും അവർ നയിക്കുന്ന കേന്ദ്ര സർക്കാരും. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് എത്ര മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പോലും എനിക്ക് ചില കാര്യങ്ങൾ എനിക്കെപ്പോഴും സംശയമുണ്ട്. അതായത് സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലയെ കൊണ്ടു നടക്കാൻ പറ്റില്ലെങ്കിൽ അത് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു തീരുമാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈയടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായിട്ട് വരേണ്ടതുണ്ട്. എനിക്കത് ദഹിക്കുന്ന കാര്യമല്ല, സത്യമായിട്ടുമല്ല. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തിൽ തീരുന്നത് വരെ, ആ സൈദ്ധാന്തിക പ്രശ്നത്തിൽ തീരുന്നത് വരെ മറ്റുള്ള പ്രശ്നങ്ങൾ, മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പണികൾ അത് മാറ്റിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിൽ മൊത്തം ഈ രാജ്യം അതിന് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. പകുതിയോളം നമ്മുടെ ജനസംഖ്യയുടെ പകുതിയോളം മനുഷ്യർ 30 വയസ്സ് താഴെയുള്ളവരാണ്. കേരളത്തിൽ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് ഈ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ആവശ്യമുണ്ട്. 57-ലെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടി അല്ല നടപ്പാക്കുന്നത്, കോൺഗ്രസ് നടപ്പാക്കുമെന്ന് പറഞ്ഞതും എന്നാൽ നടപ്പാക്കാതിരുന്നതുമായ പരിപാടികളാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്, ഒരു പാർട്ടിക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ സൈദ്ധാന്തിക ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അതിൻ്റെ എല്ലാ സൈദ്ധാന്തിക പ്രശ്നങ്ങളും അവസാനിപ്പിച്ചതിന് ശേഷം, ഇന്ത്യയിൽ വിപ്ലവം വന്നതിന് ശേഷം നമുക്കിവിടെ വ്യാവസായിക മൂലധന നിക്ഷേപം മതി എന്നൊരു തീരുമാനമെടുക്കാൻ
മനുഷ്യരോട് ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-ന് എന്തായാലും അത് പറ്റില്ല. കാരണം കേരളത്തിൽ വളർന്നു വരുന്ന മനുഷ്യർക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, അവരുടെ തൊഴിൽ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം, അവരുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിന് സ്വകാര്യ മൂലധനത്തെ അതിൻ്റെ ചരടുകളില്ലാതെ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമായി, ഒരു സോഷ്യൽ കൺട്രോളിന് വിധേയമായി എത്രത്തോളം നിർവഹിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി പറ്റൂ. ആ പ്രായോഗികമല്ലാത്ത ലെനിൻ പോലും ന്യൂ ഇക്കണോമിക് പോളിസി മുമ്പോട്ട് വെക്കുമ്പോൾ അവസാനത്തെ സൈദ്ധാന്തിക പ്രശ്നവും പരിഹരിച്ചിട്ടല്ല അദ്ദേഹം അത് മുമ്പോട്ട് വെക്കുന്നത്. മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പരമപ്രധാനമായ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഓരോ ചരിത്രത്തിൻ്റെ ഓരോ മുഹൂർത്തത്തിലും ഉണ്ടാകുന്ന വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ മാറാം എന്നുള്ളതിനെക്കുറിച്ച് ആ പാർട്ടി ആലോചിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാം വിറ്റഴിക്കുന്നു, എല്ലാ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവരുന്ന എല്ലാ മൂല്യങ്ങളും ഇതോടുകൂടി ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇന്നത്തെ പത്രവാർത്തകൾ കണ്ടതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ രേഖയോട് വളരെ രൂക്ഷമായ വിമർശനം, അതിന് ചില ഭേദഗതികൾ പാർട്ടി സമ്മേളനം മുമ്പോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കിട്ടിയെങ്കിൽ മാത്രമേ, ആ രേഖകൾ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൽ എത്രത്തോളം വ്യത്യാസം CPM പ്ലാൻ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്ക് അതിൽ ഊഹങ്ങളുടെ പുറത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ആ ഒരു പരിതസ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു പോളിസി മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോളിസി പരിഷ്കരണത്തെക്കുറിച്ചോ ആലോചിച്ചത് എന്ന് സ്വാഭാവികമായും CPM വിശദീകരിക്കും.